ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു കിടിലൻ ടിപ്പ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മളെ ഗോൾഡ്സ് ഇല്ലേ, അതൊന്ന് അടിപൊളിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താലോ. കാര്യം നമ്മൾ ജ്വല്ലറിയിലൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആ ഒരു തിളക്കത്തിൽ വീട്ടിലുള്ള 3 സാധനം മാത്രം വെച്ചിട്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണ് കേട്ടോ. അറിയണവർ വന്നിട്ട് ഇതൊക്കെ അറിയണ കാര്യമാണെന്നൊന്നും പറയരുത്, കാരണം അറിയാത്തവരുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നൊന്ന് കണ്ടോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നല്ല തിളച്ചൊരു വെള്ളമാണ്. അപ്പോൾ നല്ല തിളച്ചൊരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്ന സ്വർണ്ണത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ വെള്ളം എടുക്കാൻ. ഞാൻ ഇപ്പോൾ കുറച്ച് സ്വർണ്ണം മാത്രം യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ വെള്ളത്തിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് വാഷാണ് എടുത്തിട്ടുള്ളത്. ഹാൻഡ് വാഷിന് ഇത്ര കണക്കൊന്നുമില്ല, അത് പതയണ വരെ നമ്മൾ കുറച്ച് ഹാൻഡ് വാഷ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹാൻഡ് വാഷ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ, അല്ലാതെ ഡിഷ് വാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ് ലിക്വിഡ് കാര്യങ്ങളൊന്നും എടുക്കരുത്. ഹാൻഡ് വാഷ് ഇല്ലെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം. ഹാൻഡ് വാഷും ഷാമ്പു ഇല്ലെങ്കിൽ രണ്ടും ആഡ് ചെയ്ത് കൊടുക്കണ്ട. കാര്യം നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും തിളച്ച വെള്ളവും മറ്റു വേറെ എന്തെങ്കിലും കെമിക്കലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ കാരണം നമ്മളെ ഗോൾഡിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് 1 മണിക്കൂർ മാറ്റി വെക്കണം ആ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട്. കാരണം ഈ ചൂടുവെള്ളവും അതുപോലെ തന്നെ നമ്മളെ ഹാൻഡ് വാഷും ഒക്കെ കൂടി മിക്സായി ഇരുന്നിട്ട് അതിലുള്ള ചളി മുഴുവൻ അബ്സോർവ് ചെയ്ത് ഇങ്ങനെ കുതിർന്ന് കിട്ടും, പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ 1 മണിക്കൂർ വെക്കണം പറയുന്നത്. അപ്പോൾ എന്തായാലും 1 മണിക്കൂർ തന്നെ വെക്കുക, 1 മണിക്കൂറിൽ കുറയണ്ട. അപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂറിന് ശേഷം നല്ല അസലായിട്ട് നല്ലോണം നല്ല വെള്ളത്തിൽ ഒരു 4 വട്ടം കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് സ്റ്റെപ്പ് അവിടെ വെച്ചിട്ട് നിർത്താം. പിന്നെ നമുക്ക് ഉണക്കി യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ വെറുതെ ഡെയിലി അങ്ങനെ പൊതുവേ കഴുകുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. എന്നിപ്പോൾ വീഡിയോ എടുക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു സ്റ്റെപ്പും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ നോർമലി എല്ലാവരും ചെയ്യുന്നതാവും. മറ്റേത് പിന്നെ അധികം ആൾ ചെയ്യുന്നില്ലെങ്കിലും ഇത് പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം തന്നെ. ഫസ്റ്റിലൊക്കെ ഞാനും ഇങ്ങനെയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രഷിൽ കുറച്ച് ടൂത്ത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ക്ലീൻ ചെയ്തെടുത്തതിൻ്റെ മേലെ ഒന്നും കൂടി ഡബിൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ ബ്രഷിൽ കുറച്ചാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. ഹാർഡായി ഉരച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല, അപ്പോൾ ചളിയും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുകൂടി തിളക്കം കിട്ടുന്നു മാത്രം. അപ്പോൾ അതാ അതുപോലെ അതുപോലെ രണ്ടാമതും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന എൻ്റെ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ ചളി ഇരിക്കുന്ന ടൈപ്പാണ്. കൈച്ചെയിനും അതെ, അതുപോലെ തന്നെ മാല ആയാലും ഒക്കെ നല്ലോണം ചളി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ക്ലീൻ ചെയ്തെടുത്താൽ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാതെ വെച്ചാൽ അത് വേറെയും മനസ്സിലാവും. സംഭവം ഒരു എണ്ണമെഴുക്കും അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ ആ ഒരു തിളക്കം തന്നെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ബ്രഷും പേസ്റ്റൊക്കെ ഇട്ട് ഉരക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നുകൂടി നല്ല വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഇതാ നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉണങ്ങിയ ഒരു ക്ലോത്തിലിട്ടിട്ട് അതിലത്തെ വെള്ളം നമ്മൾ വൈപ്പ് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് യൂസ് ചെയ്യണം ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഞാൻ കഴുകിയെടുത്തതിൻ്റെ ശേഷമുള്ള ഒരു മാറ്റം ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ലോണം ക്ലീൻ ആയിട്ടും നല്ല തിളക്കും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോൺ വർക്കുള്ളതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് എന്തായാലും നമ്മൾ കഴുകി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ പതയാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡ് വാഷും ഒക്കെ അത്രയും ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ റിങ്ങിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ചളി ഇരിക്കുന്ന ടൈപ്പാണ്. ഞാൻ ആദ്യം കാണിച്ചതിലുണ്ട് ഫുള്ള് ചളിയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, സ്റ്റോണുള്ള ഇതൊക്കെ കഴുകി കഴിഞ്ഞാൽ വേറെ തന്നെ അറിയാൻ പറ്റും. ഇത് നോക്കി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. കണ്ടാ? അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ തന്നെയാണ്. ഞാൻ മുന്നേ ഒക്കെ ആദ്യമൊക്കെ തന്നെ ടൂത്ത് പേസ്റ്റും ബ്രഷ് മാത്രമേ യൂസ് ചെയ്തിട്ടായിരുന്നു ക്ലീൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു ടിപ്പ് കിട്ടിയതിൻ്റെ ശേഷം ഞാൻ മുഴുവൻ ഇപ്പോൾ അധികം ഇങ്ങനെ തന്നെയാണ് കേട്ടോ കഴുകിയെടുക്കാറുള്ളത്. അതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഉണങ്ങിയ ഒരു ക്ലോത്തിലിട്ടിട്ട് നല്ലോണം വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. വൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ശരിക്കും നമ്മൾ ജ്വല്ലറിയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന അതേപോലെ ക്ലീൻ ആയി കിട്ടും. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ പോലും 6 മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ 2 മാസം കൂടുമ്പോഴൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ ബ്രഷ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ ക്ലീൻ ആവും. പക്ഷെ നമ്മൾ 6 മാസമൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യുമ്പോഴാണ് നല്ലോണം എണ്ണമഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗോൾഡിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ തന്നെയാണ്. ഇതറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.